എൻ്റെ പേര് ശ്രീനിധി. ഞാൻ ബികോം ഫിനാൻസ് കഴിഞ്ഞിട്ടാണ് EA എടുക്കുന്നത്. ആൻഡ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരാണ് വീട്. സോ ഞാൻ ഇവിടെ വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിലെ എൻറോൾഡ് ഏജന്റ് ഫാക്കൽറ്റി ആണ്. സോ ഐ തിങ്ക് നമുക്ക് നമ്മുടെ വെബിനാറിലേക്ക് കടക്കാം. സോ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നാൽ. സോ നിങ്ങളിപ്പോൾ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഈ എൻറോൾഡ് ഏജന്റ് എന്താണ്, ആരാണ് ഈ എൻറോൾഡ് ഏജന്റ്, അഥവാ ഈ ഒരു കോഴ്സ് നമുക്ക് എന്താണ് നമുക്ക് ആ ഒരു കോഴ്സിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് എന്തിനാണ് ഈ EA എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മളിപ്പോൾ എന്തൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ കോഴ്സിന്റെ കാര്യമായാലും വാട്ട് എവർ, ഇപ്പം കുറെ ആൾക്കാർ ACC എടുത്തു എന്ന് പറഞ്ഞു, കുറെ ആൾക്കാർ ഇപ്പം ബികോം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ ആൾ വർക്കിംഗ് ആണ്. സോ ഇപ്പം ഇതിൽ ഈ വെബിനാറിൽ ആരായാലും നമ്മളൊരു കോഴ്സിനെ പറ്റി അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനാണ് അത് ചൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കൊരു ഐഡിയ വേണം. ഓക്കെ, സോ കാരണം നമ്മൾ ഇത്രയും ഒരു എമൗണ്ട് നമ്മൾ മുടക്കിയിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കൊണ്ട് ചുമ്മാ സർട്ടിഫിക്കേഷൻ അഥവാ ചുമ്മാ ജസ്റ്റ് ആ ഒരു കോഴ്സ് എടുത്തിട്ട് നമ്മുടെ പേരിന്റെ അറ്റത്തിടാനല്ലല്ലോ, നമുക്ക് അതിൽ എങ്ങനെ എക്സൽ ചെയ്യാം എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിലിപ്പം എൻ്റെ കൂടെ പഠിച്ച്, അതായത് EA പഠിച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഒരു 4-5 ആൾക്കാർ, കുറെ ആൾക്കാർ എക്സാം അറ്റൻഡ് ചെയ്യുന്നത്രേ, കുറെ ആളുടെ ബ്രേക്ക് വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട്. പിന്നെ ഇപ്പം എൻ്റെ പേരെ പഠിച്ച ഓൾമോസ്റ്റ് 4-5 ആൾക്കാർ ഓൾറെഡി പ്ലേസ്ഡ് ആണ്. ഓൾമോസ്റ്റ് അവർക്ക് തന്നെ സ്റ്റാർട്ടിംഗ് സാലറി പാക്കേജ് വരുന്നത് തന്നെ ഒരു 5 to 6 lakh ആണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത് പെർ ആനം. അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ, അതായത് കുറെ കമ്പനീസിൽ പ്ലേസ്ഡ് ആയിട്ടുണ്ട്, ബിഗ് ഫോർസിലും ഉണ്ട്, അല്ലാണ്ടും ഉണ്ട്. ഞാനിപ്പോൾ ഫാക്കൽറ്റി ആ ഒരു ഇതിലേക്ക് കടന്നു. അങ്ങനെ നിങ്ങൾക്ക് EA എന്നൊരു സംഭവം കൊണ്ട് കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്തിനാണ് ഈ EA ചൂസ് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഈ എൻറോൾഡ് ഏജന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒറ്റൊരു സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ US ടാക്സ് എക്സ്പേർട്ട്, അതായത് അമേരിക്കൻ ടാക്സ് എക്സ്പേർട്ട് ആണ് എൻറോൾഡ് ഏജന്റ്സ്. ടാക്സിൽ അത്രയും ആ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരാണ് എൻറോൾഡ് ഏജന്റ്സ്. സോ അവർക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫെഡറൽ റെപ്രസെന്റേഷൻ റൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ടാക്സ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഇന്ത്യൻ റവന്യൂ സർവീസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് US വരുന്നതാണ് ഇന്റേണൽ റവന്യൂ സർവീസ്. സോ അവിടുത്തെ ടാക്സ് കാര്യങ്ങളും മറ്റും ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഈ IRS. സോ അവരുടെ മുമ്പിൽ നമുക്ക്, അതായത് US ക്ലയൻസിന് അല്ലെങ്കിൽ US സിറ്റിസൺസ് അഥവാ US ക്ലയൻസ് ടാക്സ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്ന US ക്ലയൻസിന് എന്തെങ്കിലും അപ്പീൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്, അതായത് EA അതുപോലെ തന്നെ CPA എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ CPAന്റെ ഒരു ഭാഗമാണ് ഈ EA എന്ന് പറഞ്ഞൊരു സിലബസ്. CPAന്റെ ഒരു സിലബസ് പോലെയാണ് അതായത് ഒരു ഭാഗം ആണ് ഈ EA എന്ന് വരുന്നത്. അപ്പോ സോ നമുക്ക് CPA, EA, അറ്റോർണീസ് ഇവർക്ക് 3 ഗ്രൂപ്പ്സിനാണ് IRSന് മുന്നിൽ US ക്ലയൻസിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത്. ഓക്കെ, സോ ഫെഡറൽ റെപ്രസെന്റേഷൻ റൈറ്റ്സ് ഈ എൻറോൾഡ് ഏജന്റ്സിന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് സ്പെഷ്യലൈസ്ഡ് ടാക്സ് എക്സ്പേർട്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ US ടാക്സിൽ ഏറ്റവും കൂടുതൽ ഒരു ഹൈ പൊസിഷനിൽ നിൽക്കുന്നവരാണ് ഈ EA. കാരണം എന്ന് വെച്ചാൽ നമുക്ക് EAക്ക് 3 പാർട്ടാണ്, നമുക്കത് നോക്കാം. 3 പാർട്ടാണ് വരുന്നത്. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടാക്സേഷൻ, ഒരു ഇൻഡിവിജ്വലിന് വരുന്ന ലൈക്ക് സാലറി അതുപോലത്തെ അവരുടെ ഇൻകം വെച്ചിട്ടുള്ള ടാക്സേഷൻ. അതുപോലെ തന്നെ പാർട്ട് 2 ബിസിനസ്, അതായത് ഇപ്പം C Corp, S Corp, പാർട്ണർഷിപ്പ് തുടങ്ങിയ ബിസിനസ്സിൽ വരുന്ന ടാക്സേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ പിന്നെ റെപ്രസെന്റേഷൻ, ആ ഒരു റെപ്രസെന്റേഷൻ സംഭവങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. സോ അങ്ങനെയുള്ള ടാക്സിന്റെ എല്ലാ വശങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഈ EA എന്നൊരു പൊസിഷനിലേക്ക് എത്തുന്നത്. സോ ആ ഒരു ടാക്സ് എക്സ്പേർട്ട് തന്നെ പറയാം. അതുപോലെ തന്നെ ബ്രോഡർ സ്കോപ്പ് ആൻഡ് ഗുഡ് കരിയർ റോൾസ്, അതായത് ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണെങ്കിലും ടാക്സ് അനലിസ്റ്റ്, അങ്ങനെ കുറെ പൊസിഷൻ ഉണ്ട്, IRS റെപ്രസെന്റേഷൻ എക്സ്പേർട്സ്, അങ്ങനെ കുറെ അധികം കരിയർ റോൾസ്, അത് ഓരോരോ പൊസിഷൻസ് ആണ് വരുന്നത്. ഇതിന്റെ ഒക്കെ ബേസ് വരുന്നത് നമ്മുടെ ആ ഒരു US ടാക്സിലെ ആ ഒരു എക്സ്പേർട്ട്, ആ ഒരു സംഭവം തന്നെയാണ് അതിൽ വരുന്നത്. സോ സ്കോപ്പ്, അതായത് സ്കോപ്പിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യയിൽ ഇപ്പം കുറെ അധികം US കമ്പനീസ് വരുന്നുണ്ട്. സോ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ US കമ്പനീസിലാണ് നമ്മുടെ റോള് വരുന്നത്, നമ്മുടെ EA. കാരണം നമ്മൾ അമേരിക്കൻ ടാക്സ് ആണല്ലോ നോക്കുന്നത്. സോ നമ്മുടെ റോള് വരുന്നത് US കമ്പനീസിലാണ്. സോ US കമ്പനീസ് ഇന്ത്യയിൽ
ഇപ്പൊ കുറേ അധികം വരുന്നുണ്ട്. സോ നമുക്ക് നല്ല രീതിക്ക് എന്താണ് സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പം ഇതിപ്പോ ഞാൻ ചുമ്മാ എന്താ പറയാ ഇങ്ങനെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു ചുമ്മാ ഇങ്ങനെ വായി കൊണ്ട് പറയുന്നല്ലാണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ലിങ്ക്ഡിൻ ഇല്ലവരാണെങ്കിൽ, ലിങ്ക്ഡിൻ എല്ലാവർക്കും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഇപ്പം ഇതിലുള്ള ഏകദേശം ആൾക്കാർക്ക് ഉണ്ടാവുമായിരിക്കാം. സോ ഇല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഉണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എൻറോൾഡ് ഏജൻസ് അല്ലെങ്കിൽ US ടാക്സ് എക്സ്പേർട്ടിനെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ കാണും ഹയറിങ് വരുന്നത്. കുറേ അധികം ഹയറിങ് വരുന്നുണ്ട്, കുറേ അധികം പൊസിഷനിലേക്ക് ഹയറിങ് വരുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതെല്ലാം കമ്പനീസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈ സാലറി പാക്കേജസ് EAക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യമാണ്, ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഇപ്പൊ നമുക്ക് ഏത് പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് ഒന്ന് ACC ആയാലും CA ആയാലും CMA ആയാലും CP ആയാലും വേറെ ഏതായാലും ഓക്കെ വാട്ട് എവർ ഏത് കോഴ്സ് ആയാലും, പിന്നെ CMA ഇന്ത്യ, അപ്പോൾ ഏത് കോഴ്സ് ആയാലും നല്ല രീതിക്ക് ഡ്യൂറേഷൻ വരുന്നുണ്ട്. സോ നമ്മുടെ EA എന്നൊരു കോഴ്സ് ജസ്റ്റ് 6 months, ശരിക്കും 6 months വേണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന 6 months കോഴ്സാണ്. പക്ഷെ ഭയങ്കരമായ തലയില്ലവർക്ക് അതിലും കുറവിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് അത്ര തല വേണം, അതായത് എന്താ പറയാ ഭയങ്കരമായിട്ട് പഠിച്ച് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് മെല്ലെ നോക്കിയല്ല റിവിഷൻ ഒക്കെ ചെയ്ത്. കാരണം ഈ എക്സാമിന് ഞാൻ പറഞ്ഞില്ല 3 പാർട്ട് എക്സാം ആയിരുന്നത്. ഫെയിലായവരും ഉണ്ട്, ഫെയിൽ ആകുന്നവരും ഉണ്ട്. സോ നമ്മൾ ചുമ്മാ ഇങ്ങനെ എന്താ പറയുക ഇത്രയും പൈസയും മുടക്കിയിട്ട് എക്സാം അങ്ങനെ ഫെയിൽ ആവേണ്ട ആവശ്യമില്ലല്ലോ. സോ നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്ത് നമുക്ക് എന്താ പറയുക നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്, വലിയ പ്രശ്നമല്ല. പക്ഷെ നമുക്ക് ഇതിൽ EAന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു തിയറട്ടിക്കൽ കൺസെപ്റ്റ് വേണമെന്നാണ്. അതായത് ചുമ്മാ എന്താ പറയാ നമ്മ 10th പഠിക്കുന്ന പോലെ ചുമ്മാ ചറപറ പഠിച്ചു പോയിട്ട് അതുപോലെ തന്നെ ആ ടൈപ്പ് അല്ല. നമുക്കൊരു തിയറട്ടിക്കൽ ബേസ് എന്തായാലും വേണം. അതില്ലാണ്ട് എന്തായാലും ഈ എക്സാം പാസ്സാകാൻ പറ്റില്ല. സോ അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. സോ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്നത് ഷോർട്ട് ഡ്യൂറേഷൻ കോഴ്സാണ് വരുന്നത്. ജസ്റ്റ് 6 monthsന് ഉള്ളിൽ തന്നെ നമുക്ക് എന്താണ് EA പാസ്സാകാൻ പറ്റും. സോ ഇങ്ങനത്തെ ഒരു അതായത് പ്രൊഫഷണൽ കോഴ്സ് ഈ ഒരു ഡ്യൂറേഷനിൽ എൻ്റെ അറിവിൽ വേറെ ഇല്ല. എൻ്റെ ഒരു ഇതിൽ എനിക്ക് വേറെ അറിയില്ല. EA തന്നെയാണ് ആ ഒരു ഡ്യൂറേഷൻ, ചെറിയൊരു ഡ്യൂറേഷനിൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമുക്ക് EA ഞാനത് ഫസ്റ്റ് തന്നെ ഈ ഒരു സംഭവം പറയാം, എന്തിനാണ് നമ്മൾ EA ചൂസ് ചെയ്യുന്നത് പറയാൻ കാരണം അതാകുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയാ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണ് ഞാൻ ഈ വെബിനാറിൽ ലൈക്ക് പങ്കെടുക്കുന്നത് നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. എന്താണ് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ ഇപ്പം, അത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഓക്കെ ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്ത്യൻ റവന്യൂ സർവീസ്. അതായത് പിന്നെ അമേരിക്കൻ ടാക്സ് സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നവരാണ് പിന്നെ ഇന്റേണൽ റവന്യൂ സർവീസ്. ഓക്കെ, സോ എൻറോൾഡ് ഏജൻസ് എന്ന് പറയുന്നത് അതാണ് എൻറോൾഡ് ഏജൻസ് ഫെഡറലി ലൈസൻസ്ഡ് ടാക്സ് പ്രാക്ടീഷണർ. ആ ഒരു എന്താ പറയുക ഫ്രേസ് ഫെഡറലി ലൈസൻസ്ഡ്, സർട്ടിഫൈഡ് അല്ല. ഓക്കെ, നമ്മൾ ഇതൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് അല്ല. സർട്ടിഫൈഡ് എന്നൊരു വാക്യം നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. സർട്ടിഫൈഡ് അല്ല, ഇറ്റ്സ് എ ലൈസൻസ്ഡ്, നമുക്കൊരു ലൈസൻസ് കിട്ടും. സോ ലൈസൻസ്ഡ് ടാക്സ് പ്രാക്ടീഷണർ ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ റവന്യൂ സർവീസിന് മുന്നിൽ എന്ത് ചെയ്യാം റെപ്രസെന്റ് ചെയ്യാൻ പറ്റും ടാക്സ് പേയേഴ്സിന്. സോ അത്രേ എൻറോൾഡ് ഏജൻസിന് വരുന്നുള്ളൂ. റെഗുലേറ്ററി ബോഡി അതായത് ഈ ഒരു EA കോഴ്സ് ആരാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഇന്ത്യൻ റവന്യൂ സർവീസ്. അതായത് ഇപ്പം ഇതിലിപ്പം നോക്കിയാൽ മനസ്സിലാവും ഗ്രാൻഡ് CA സ്റ്റേറ്റസ് അപ്പോൺ പാസിംഗ് എക്സാംസ് ഓർ ത്രൂ എക്സ്പീരിയൻസ്. അത് പറയുന്നത് വെച്ചാൽ ഒന്നിക്കൽ 3 പാർട്ട് എക്സാം പാസ്സായിട്ട് നമുക്ക് EA ആവാം. അല്ലാണ്ട് IRSൽ 5 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തായാലും ഈ വെബിനാറിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇതിൽ എന്തായാലും 5 years IRSൽ എക്സ്പീരിയൻസ് ഇല്ലാരും ഇല്ല. സോ അത് നമുക്ക് ബാധകമല്ല. ഓക്കെ, പിന്നെ വരുന്നത് നമുക്കിപ്പം EA ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് സർക്കുലർ 230ലാണ്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, സർക്കുലർ 230ലാണ്. സോ അതിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറി. ഇനി എക്സാംസ് നടത്തുന്നതിനെ കുറിച്ചിട്ട്, അതായത് ഈ ഫെബ്രുവരി ലാസ്റ്റ് വരെ ഇത്രയും കാലം ഞാൻ എന്താ പറയാ അറ്റൻഡ് ചെയ്തതായാലും ഇത്രയും കാലം വരെ പ്രോമെട്രിക് എന്നൊരു എന്താ പറയാ ഒരു കമ്പനി എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സാം കണ്ടക്ടിങ് ഒരു സംഭവം സെന്റർ ആണ് എക്സാം EAന്റെ എക്സാം നടത്തിക്കൊണ്ടിരുന്നത്, പ്രോമെട്രിക്. സോ അവർക്ക് നമുക്ക് അവിടെ ലൊക്കേഷൻസ് ഉണ്ടായത് ഡൽഹി, ഹൈദരാബാദ്, ബാംഗ്ലൂർ ആണ് എക്സാം സെന്റേഴ്സ്. ആകെ ഈ 3 സ്ഥലത്തെ ലൊക്കേഷൻസ് ഇന്ത്യയിലാണ് പറയുന്നത്. പുറത്ത് ദുബായിൽ പറയുന്നത്, അല്ലാണ്ട് ഇന്ത്യയിൽ ഉണ്ടായത് ഈ 3 ലൊക്കേഷൻസേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഫെബ്രുവരിക്ക് ശേഷം പ്രോമെട്രിക്കിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഇത് IRS മാറ്റിയിട്ട് PSI എന്ന് പറഞ്ഞൊരു എന്താ പറയാ കമ്പനി അത് എക്സാം
കണ്ടക്ട് ചെയ്യാൻ ഏറ്റെടുത്തു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം അത് ഒഫീഷ്യലായിട്ട് പറയണം അത്ര, ഇതിപ്പം കിട്ടിയത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനിയിപ്പോൾ ഇതൊക്കെ പറയുന്നത്. ഓക്കെ, അതായത് പിന്നെ PSIക്ക് കുറേ അധികം എക്സാം സെന്റേഴ്സ് ഉണ്ട്. പ്രോമെട്രിക്കിന് എക്സാം സെന്റേഴ്സ് വളരെ കുറവായിരുന്നു. പക്ഷേ PSI എന്ന് പറഞ്ഞ ഇതിന് നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കി മനസ്സിലാവും. പിന്നെ കുറേ അധികം എക്സാം സെന്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രം ഉണ്ട്. നമുക്ക് പ്രോമെട്രിക്കിന് കേരളത്തിൽ ഒരു സ്ഥലത്തും എക്സാം സെന്റേഴ്സ് ഉണ്ടായിട്ടാ. സോ PSIക്ക് അങ്ങനെയല്ല, കുറേ അധികം എക്സാം സെന്റേഴ്സ് ഇന്ത്യയിലുണ്ട്, പുറത്തും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാംസും കാര്യങ്ങളും അതിൻ്റെ ഇതിൽ നമുക്ക് ഇനിയിപ്പം അവരുടെ ആ ഒരു സർക്കുലർ വന്നാലേ പറയാൻ പറ്റും. ഐ മീൻ എക്സാംസ് ഒക്കെ നോർമലി കണ്ടക്ട് ചെയ്യുക എങ്ങനെയാണ് മുമ്പുണ്ടായത് അതുപോലെ തന്നെയാണ് കണ്ടക്ട് ചെയ്യല്. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷെ നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം മാറുന്നതിൽ വേറെ ഒരു ഡിഫറൻസും ഇതിൽ വരാനില്ല. എക്സാം പാറ്റേൺ എല്ലാം സെയിം ആണ്, മുമ്പുണ്ടായ പോലെ തന്നെയാണ്. മറിച്ച് എക്സാമിന്റെ ആ ഒരു എന്താ പറയുക, നമ്മൾ ബുക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, സ്ലോട്ട് ബുക്ക് ചെയ്യുന്ന, അതിൻ്റെ ഒക്കെ ചെറിയൊരു ഡിഫറൻസ് വരുന്നേലു. അതിപ്പോൾ നമുക്ക് പറഞ്ഞ പോലെ തന്നെ സർക്കുലർ വന്നാൽ നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് എൻ്റെ ലൈസൻസ്, എനിക്ക് കിട്ടിയ ലൈസൻസ് ആയത്. ഓക്കെ, August 1st, 2025 നോക്കിയാൽ മനസ്സിലാവും. ഹാസ് മെറ്റ് ദ റിക്വയർമെന്റ്സ് ടു ബിക്കം എൻറോൾഡ് ഏജന്റ്. അങ്ങനെ ഇതാണ് ലൈസൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന ലൈസൻസ്, EA എന്നൊരു ലൈസൻസ്. ഓക്കെ, സോ എൻറോൾഡ് ഏജന്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കുന്നുണ്ട് എന്നുള്ള സംഭവമാണെങ്കിൽ പഠിക്കണം എന്നുള്ളത് ഒരു ഭാഗം. മറ്റൊരു ഭാഗമാണ് ഫസ്റ്റ് നമുക്ക് PT, അതായത് പ്രിപ്പയറർ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഞാനിപ്പം ടാക്സ് പ്രിപ്പയറർ ആണ്. എന്താ പറയുക, ഞാൻ ശരിക്കും പ്രാക്ടിക്കലായിട്ട് ഞാൻ ചെയ്യുന്നില്ലെങ്കിലും ഞാനൊരു എൻറോൾഡ് ഏജന്റ് ആണ്. സോ എനിക്ക് അതായത് ടാക്സ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ എനിക്കിപ്പോൾ ഒരു PT എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതൊരു നമ്പറാണ്, ഒരു സെറ്റ് ഓഫ് ഡിജിറ്റ് വരുന്ന നമ്പറാണ്. സോ അത് നമുക്ക് പാസ്പോർട്ട്, അതായത് പാസ്പോർട്ട് മാൻഡേറ്ററി ആണ്. ഈ ഫസ്റ്റ് ഓഫ് ഓൾ അത് പറയാം. ഇപ്പോൾ പുറത്ത് ഇല്ലവരാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ വാട്ട് എവർ, പാസ്പോർട്ട് മാൻഡേറ്ററി ആണ് ഈ ഒരു കോഴ്സിന്. ആ പാസ്പോർട്ട് വെച്ചിട്ട് വേണം നമുക്ക് ഈ PT അപ്ലൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഈ PT കിട്ടും. അപ്പോൾ അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞ പ്രോമെട്രിക്കിലാണ് മുമ്പ് നമ്മൾ ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത്, അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. ഇപ്പം അത് മാറിയോണ്ട് നമുക്കത് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പം ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യണം. അതുപോലെ തന്നെ 3 പാർട്സ്. സ്പെഷ്യൽ എൻറോൾമെന്റ് എക്സാമിനേഷൻ, ഈ എൻറോൾഡ് ഏജന്റ് ഇല്ല ഒരു എന്താ പറയുക എക്സാം ആണ് സ്പെഷ്യൽ എൻറോൾമെന്റ് എക്സാമിനേഷൻ. അത് 3 വർഷത്തിനുള്ളിൽ പാസ്സാവണം. ഈ 3 വർഷത്തിനുള്ളിൽ പാസ്സാവണം എന്ന് പറയുന്നത് 3 പാർട്സ്. അതായത് എന്താ പറയാ, ഞാനിപ്പം ഫെബ്രുവരിയിൽ ഫസ്റ്റ് പാർട്ട് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫെബ്രുവരി മുതൽ 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ഞാൻ ആ എക്സാം ഫുൾ 3 പാർട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. അതേസമയം ഞാനിപ്പം, അതായത് നിങ്ങളിപ്പം ജോയിൻ ചെയ്തു പഠിക്കാൻ, ഇപ്പം ഈ ഫെബ്രുവരി ബാച്ചിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം നിങ്ങൾ എക്സാം എഴുതും. അതാണ് ഇപ്പം എക്സാം ഐ തിങ്ക് ജൂലൈ ആ ടൈമിന് എക്സാം ഉണ്ടാവും. ഇതിന്റെ എക്സാം, അതായത് എൻറോൾഡ് ഏജന്റിന്റെ എക്സാം ഇനി ജൂലൈ ടൈമിനെ ഉണ്ടാവും. ഇനി ഈ വരുന്ന മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണും ഇല്ലാന്ന് തോന്നുന്നു. അതിപ്പോൾ അതാ പറഞ്ഞത്, ആ ഒരു സംഭവം ഒഫീഷ്യലായിട്ട് വന്നാൽ നമുക്ക് പറയാൻ പറ്റും. സോ ഈ മാസങ്ങളിൽ എക്സാംസ് ഇല്ല. സോ നമുക്ക് ആ സമയം നമുക്ക് നമ്മുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് കവർ ചെയ്തിട്ട് നമുക്ക് ജൂലൈ ആ ടൈം ആകുമ്പോൾ എക്സാം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിപ്പം സ്ലോട്ട് എടുത്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ട് വേണമെങ്കിൽ സെക്കൻഡ് എഴുതാം, സെക്കൻഡ് വേണമെങ്കിൽ ഫസ്റ്റ് എഴുതാം, എങ്ങനെ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അതേസമയം കോൺസിക്യൂട്ടീവ് ആയിട്ട് 3 ദിവസം എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, രാവിലെയും ഉച്ചക്കും എഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് അവർ പറയുന്നത്. സോ ആ ഒരു ഫസ്റ്റ് പാർട്ട് പാസ്സായതിന്റെ അന്ന് മുതൽ 3 വർഷത്തിനുള്ളിൽ ബാക്കി പാർട്സ് പാസ്സാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ജസ്റ്റ് എൻറോൾമെന്റിന് അപ്ലൈ ചെയ്യാം, നമുക്ക് ഈ ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ എലിജിബിലിറ്റി, എൻറോൾഡ് ഏജന്റ് എലിജിബിലിറ്റി ഒന്നുമില്ല, ജസ്റ്റ് 18 വയസ്സാവണം. +2 പാസ്സായാലും എൻറോൾഡ് ഏജന്റ് ആവാം, ഡിഗ്രി പാസ്സായാലും ആവും. പിന്നെ അതന്നെ ഡിഗ്രി നമുക്കിപ്പം എന്താ പറയുക, ഡിഗ്രി ഉള്ളത് നല്ലതാണ്, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി എന്താ പറയുക ഒരു ഐഡിയ ഉണ്ടാവും, വാട്ട് ഈസ് ടാക്സേഷൻ, വാട്ട് ഈസ് അക്കൗണ്ടിങ് ഉള്ളൊക്കെ ഒരു സംഭവം നമ്മളെ മൈൻഡിൽ ഉണ്ടാവും. അതുകൊണ്ട് മാത്രം ഡിഗ്രി ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ഓക്കെ, അല്ല എക്സാം പാറ്റേൺ. സോ ഈ എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്സാം പാറ്റേൺസ് വരുന്നത് 3 പാർട്ട് ഉണ്ട്. ഇൻഡിവിജ്വൽസ്, ബിസിനസ്, റെപ്രസെന്റേഷൻ റൈറ്റ്സ് അതൊക്കെ വരുന്നുണ്ട്. സോ 100 MCQs ആണ് വരുന്നത്, 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഡിസ്ക്രിപ്ഷൻ ഇല്ല, ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക്, അത്രയേ ഉള്ളൂ. വായിച്ചു നോക്കുക, ക്ലിക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, 3.5 മണിക്കൂറാണ് ടൈം വരുന്നത്. 100 ക്വസ്റ്റ്യൻസിന് 3.5 മണിക്കൂറാണ് ടൈം വരുന്നത്. അതുപോലെ തന്നെ എനി ഓർഡേഴ്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് നമുക്ക് ഇതിലും എക്സാംസ് പാസ്സാകാൻ പറ്റും. അതുപോലെ തന്നെ
പാസിംഗ് മാർക്ക് ഒരു എന്താ പറയുക ഗ്രേഡിംഗ് ആണ്, അതിപ്പോ ഞാൻ പറയുന്നില്ല. അതായത് എന്താ പറയുക റൗണ്ട് ആയിട്ട് പറഞ്ഞാൽ 80% വേണം നമുക്ക് ഈ ഒരു എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട്. 80% വേണം, ഇല്ലെങ്കിൽ ഫെയിൽ. ജസ്റ്റ് ഒരു 1 മാർക്കിനാണെങ്കിലും ഫെയിൽ. ഓക്കെ, പിന്നെ വരുന്നത് ഓക്കെ അതായത് അത് നമുക്ക് ഇനിയിപ്പം എനിക്കൊന്ന് ഇതിലെ സിലബസിൽ വരുന്നതാണ്. അതായത് 2026, അതായത് നമ്മളിപ്പോൾ മെയ് കഴിഞ്ഞ് ജൂലൈ. ഓക്കെ, ജൂലൈ 2026 മുതൽ അടുത്ത വർഷം ആ ഒരു ഇത് ചെയ്യുന്ന ആ ഒരു ടൈം വരെ എക്സാം എഴുതുന്നവർക്ക് നമ്മൾ ഏത് ടാക്സ് ഇയർ പഠിക്കുക, 2025 ടാക്സ് ഇയറിലെ കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മെയിൻ കാര്യം, ഇതിപ്പം PSI എന്നൊരു സംഭവം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ജൂലൈ എന്നുള്ളൊരു ഡേറ്റ് വന്നത്. അല്ലെങ്കിൽ വെച്ചാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എങ്ങനെ പോയാലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ എക്സാംസ് കണ്ടക്ട് ചെയ്യില്ല. കാരണം ആ ടൈമാണ് ഈ IRS എൻറോൾഡ് ഏജന്റിന്റെ ആ ഒരു സിലബസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമാണ്. റെഗുലേഷൻസ് അങ്ങനെ കുറച്ച് ഡിഡക്ഷൻസും കാര്യങ്ങളൊക്കെ മാറ്റം വരും, ചെറിയ റേറ്റ്സ് ഒക്കെ മാറ്റം വരും. സോ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് ആ ടൈമിൽ എക്സാം ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി ഏത് സമയത്തും നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് ജസ്റ്റ് അതിനെ കുറിച്ച് ഒരു എന്താ പറയുക ഐഡിയ ആണ്. പാർട്ട് 1 ഇൻഡിവിജ്വൽസിന്റെ ഓൾറെഡി പറഞ്ഞതാണ്. ഇൻഡിവിജ്വൽസിന്റെ ടാക്സ് റൂൾസ്, അതായത് ഒരു ടാക്സ് പെയർ, അതായത് US സിറ്റിസൺ ആയ ആ ഒരു ടാക്സ് പെയറിന് ഫയലിംഗ് സ്റ്റേറ്റസ് ഒക്കെ വരുന്നുണ്ട്. അതായത് സിംഗിൾ ആണോ, മാരീഡ് ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇൻകം കാര്യങ്ങൾ, എന്തൊക്കെ ഡിഡക്ഷൻസ് കിട്ടുന്നുണ്ടോ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താണ് ആ ഒരു കാര്യങ്ങളാണ് പാർട്ട് 1 ഇൻഡിവിജ്വലിൽ വരുന്നത്. ബിസിനസ്സിലെ കേസിൽ എന്താ പറയാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, അതായത് നമ്മൾ ഓൾറെഡി എന്താ പറയുക ചെറിയ ക്ലാസ്സുകളിൽ +1 ആ ടൈം പഠിച്ചതാണ്. പാർട്ണർഷിപ്പ്, കോർപ്പറേഷൻ, എസ്കോർപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് വരുന്ന ടാക്സേഷൻ സിസ്റ്റമാണ് അതിൽ വരുന്നത്. പിന്നെ വരുന്നത് റെപ്രസെന്റേഷൻ പ്രാക്ടീസ് പ്രൊസീജിയർ, അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് എൻറോൾഡ് ഏജൻസ് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഇപ്പം ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിന് അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് ചെയ്തു കൊടുക്കുന്ന ടൈമിന് കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. സോ ആ കാര്യങ്ങളാണ് പാർട്ട് 3 വരുന്നത്. ഇതാണ് എന്താ പറയാ ഈ സംഭവമാണ് എൻറോൾഡ് ഏജന്റ് സിലബസ് വരുന്നത്. 3 പാർട്ട് എക്സാമും അതിന്റെ കണ്ടന്റും. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. ഓക്കെ, ഫീ സ്ട്രക്ചർ, അതായത് നമ്മുടെ എക്സാമിന്റെ ഫീ സ്ട്രക്ചർ ആണ് പറയുന്നത്. എക്സാമിന്റെ ഫീ സ്ട്രക്ചർ ഫസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു PTIN അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യം. പ്രിപ്പയർ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതിന് വരുന്നതാണ് $18.75. ഡോളേഴ്സിൽ പറയുന്ന കാരണം അമേരിക്കൻ സിസ്റ്റം ആയിട്ടാണ് പറയുന്നത്. $18.75. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമിന്റെ കാര്യങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു എമൗണ്ടിലേക്ക് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 18.75, അതായത് 1600 സംതിങ് ആണ് PTIN അപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ പെർ പാർട്ട് ഓരോ പാർട്ട് എക്സാമിനും വന്ന് $267, 23,000 സംതിങ് ആണ് ഓരോ പാർട്ട് എക്സാമിനും വരുന്ന ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 പാർട്ട് എക്സാം ആണ് വരുന്നത്. ദെൻ ജോബ്സിന്റെ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതായത് ടാക്സ് പ്രിപ്പറേഷനിലും പ്ലാനിങ്ങിലും, അതായത് ടാക്സ് പ്ലാനിങ്ങിനും അതുപോലെ തന്നെ IRSന്റെ റെപ്രസെന്റേഷനും ഒക്കെ നമുക്ക് EASന് ഹൈ ഡിമാൻഡ് ആണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാക്സ് കൺസൾട്ടന്റ്, സീനിയർ ടാക്സ് അനലിസ്റ്റ്, ടാക്സ് മാനേജർ, അതുപോലെ തന്നെ അങ്ങനെ കുറേ എന്താ പറയുക, അത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കത് ഞാൻ പറയുന്നതിലും എനിക്ക് തോന്നുന്നത് ബെറ്റർ. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ പറയാ ഗൂഗിൾ ഉണ്ട്, ChatGPT ഉണ്ട്, ജെമിനി ഉണ്ട്, അതിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി ഏതൊക്കെയാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടും. സോ അങ്ങനെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെയാണുള്ളത്, ബിഗ് ഫോഴ്സിലാണ് മെയിൻ ആയിട്ട് ഹയറിംഗ് നടക്കുന്നത് EASന്. ഡെലൈറ്റ്, EY, KPMG, PwC ഒക്കെ. അല്ലാണ്ട് തന്നെ കുറേ ഉണ്ട്, ബേക്കർ ടില്ലി, പിന്നെ GR8, ഗ്രാൻഡ് തോട്ടൺ, അങ്ങനെ കുറെ കമ്പനീസിൽ EASനെ ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഐ തിങ്ക് EAനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. EA എന്നൊരു കോഴ്സിനെ പറ്റി ഇത്രേ പറയാനുള്ളൂ. പിന്നെ വരുന്നത് വെർച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ്. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തുകൊണ്ട് ഈ EA എന്നൊരു നമുക്ക് ഇവിടെ EA എന്ന് പറയുന്നൊരു കോഴ്സ് എന്തുകൊണ്ട് ഇവിടെ നല്ലൊരു സംഭവത്തിന്, ഫസ്റ്റ് ഓഫ് ഓൾ ഓൺലൈൻ ലേണിംഗ്. അതായത് എനിക്കൊക്കെ ഓഫ്ലൈൻ ക്ലാസ് ആണ് ഉണ്ടായി. പക്ഷെ അത്ര എന്താ പറയുക ഓഫ്ലൈൻ ക്ലാസ് പറയുമ്പോൾ എനിക്ക് ടൈം ഉണ്ടായത് 10 to 3 ഒക്കെയാണ്. അപ്പൊ ഞാൻ ഓൾമോസ്റ്റ് +1/2 ഒരു 3/4 മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് പോയി വന്ന് പഠിക്കല്. ശരിക്കും അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഡെയിലി ഒരു 1 hour ഡെയിലി ഓൺലൈനായിട്ട് ഒരു 1 hour ക്ലാസ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് നല്ല രീതിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാക്കൽറ്റി. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ. ഞാൻ പറഞ്ഞല്ലോ ഈ കോഴ്സിന് നല്ല രീതിക്ക് സ്റ്റഡി പ്ലാൻ വേണം. ചുമ്മാ ഇപ്പം പറഞ്ഞ പോലെ തന്നെ
6 മാസത്തെ കോഴ്സാണ്, എന്താ പറയുക ചെറിയ ടേം കോഴ്സാണ് ഒക്കെ വിചാരിച്ചിട്ട് ഫെയിൽ ആയവരുണ്ട്. സോ അത് എന്തായാലും എന്തായാലും എന്താ പറയുക പൈസ കൊടുത്ത് പഠിക്കുന്നു. സോ അത് അതിൻ്റെ രീതിക്ക് തന്നെ പഠിക്കണം. ഓക്കെ, കാരണം ഈ MCQs ഒക്കെ കുറേ ടൈം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ തിയറി ഫസ്റ്റ് ഓഫ് ഓൾ പൈഹാട്ടാക്കി, എന്താ പറയുക പൈഹാട്ടല്ല മനസ്സിലാക്കി നമുക്ക്, അതായത് നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ട് MCQs കുറേ അധികം ടൈം പ്രാക്ടീസ് ചെയ്യണം. സോറി. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു എക്സാം ടൈമിന് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അത് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ എക്സാം പ്രിപ്പയർ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പം ജൂലൈയിലാണ് എക്സാംസ് വരുന്നത്, ജൂലൈയിലാണ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇത് മാറിയോണ്ട് ജൂലൈയിലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ജൂൺ അല്ലെങ്കിൽ ജൂലൈ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു 6 months കോഴ്സ്, ഫെബ്രുവരി തുടങ്ങുന്ന 6 months കോഴ്സ് ഓൾമോസ്റ്റ് കഴിയും, നമ്മുടെ സിലബസ് കഴിയും. പക്ഷെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എങ്ങനെയാണ് MCQ ചെയ്യേണ്ടത് ഒക്കെ എല്ലാം പറഞ്ഞുതരും. സോ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാൻ പറ്റും. ഓക്കെ, BSc ഫാക്കൽറ്റിനോട് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം ടൈമിന്, നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് എന്തായാലും കിട്ടും. ഓക്കെ, അത് നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യും. സോ യാ, നമ്മുടെ ലൈവ് ക്ലാസ്സസ് ഇപ്പം, അതായത് ഡെയിലി 1 hour ലൈവ് ക്ലാസ്സസിന് പുറമെ തന്നെ അത് റെക്കോർഡിംഗ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നെ വേറെ ഇനി ക്വസ്റ്റ്യൻസ് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വെബിനാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ഇവിടെ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫീസ് VICയിലെ ഫീസാണോ ചോദിക്കുന്നത്? അത് നിങ്ങൾ അഡ്മിഷൻ കോർഡിനേറ്ററിനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഉണ്ടാവില്ലേ, അവരോട് ചോദിക്കുന്നത്. ഗുഡ് ഈവനിങ്, ഞാൻ അഡ്മിഷൻ കോർഡിനേറ്റർ ആണ്. എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ ഫീസ് ചോദിച്ച ആളുടെ ഡീറ്റെയിൽ ഒന്ന് ഈ ഇതിലൊന്ന് മെസ്സേജ് ചെയ്താൽ ഈ പ്രോഗ്രാം കഴിയുമ്പോൾ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചോദിച്ചാൽ മതി. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് വർക്കിംഗ് പാരന്റ് ആണ് എക്സാം ക്ലിയർ എന്തായാലും പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, ഞാൻ പഠിച്ചത് പറഞ്ഞല്ലോ ഇത്ര മണിക്കൂർ ക്ലാസ്സിന് പോയിട്ടാണ് ഞാൻ പഠിച്ചത്. സോ ഇത്ര അരമണിക്കൂറിൽ കൂടുതൽ പോയിട്ട് വന്ന് ക്ഷീണിച്ച് പഠിക്കാനും സമയം ഉണ്ടാവില്ല, അതിനെങ്ങനെയല്ലോ പഠിച്ചു whatever. പക്ഷെ നിങ്ങൾക്ക് ഇപ്പം 1 hour നൈറ്റ് ഓൺലൈൻ ക്ലാസ് വരുന്നില്ലൂ. ഓക്കെ, 1 hour ക്ലാസ്. സോ അതല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു ഞാൻ അത്ര പഠിപ്പിക്കുന്നല്ല. ഓക്കെ, ഞാനും ആവറേജ് സ്റ്റുഡന്റ് ആണ്, അതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക്. ഞാൻ പറയട്ടെ, ഇനി ആവറേജ് ആയാലും ബിലോ ആവറേജ് ആയാലും whatever, ഇനിയിപ്പം ടോപ്പർ ആണെങ്കിലും പഠിക്കൂലെന്ന് വിചാരിച്ച് പിന്നെ പാസ്സാവൂലല്ലോ നമ്മൾ. അതേസമയം ഒരു ബിലോ ആവറേജ് ആണെങ്കിൽ പോലും പഠിക്കണം, എനിക്കിത് പറ്റും, എനിക്കിത് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഞാൻ പറയട്ടെ, ഈ ഒരു കോഴ്സിന് വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ തിയറി പൈഹാട്ട്, അതായത് പൈഹാട്ട് വെച്ച് ഞാൻ ഉദ്ദേശിച്ചത് ചുമ്മാ ചറപറ പഠിക്കുന്നതല്ല. അതായത് നമ്മൾ മുമ്പ് അക്കൗണ്ടിങ് ആണെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാർട്ട് ഓഫ് റെക്കോർഡിംഗ് ക്ലാസിഫൈങ് അങ്ങനെ ചുമ്മാ വായിക്കുന്നതല്ല. അക്കൗണ്ടിങ് സ്റ്റാർട്ട് ഓഫ് റെക്കോർഡിംഗ് അത് എന്താണെന്ന് മനസ്സിലാക്കണം, എന്താണ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ. ചുമ്മാ പഠിക്കാണ്ട് എങ്ങനെയാണ് അതിന്റെ ഒരു ബേസ് വരുന്നത്, എങ്ങനെയാണത് അതിപ്പോ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ്. ഇതിപ്പോ നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോൾ വെച്ചാൽ വിത്ത് എക്സാമ്പിളാണ് പഠിപ്പിക്കല്. അതായത് ഒരു കൺസെപ്റ്റ് പറഞ്ഞു, അതിന് വിത്ത് എക്സാമ്പിൾ, ആ എക്സാമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ആ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റായിരിക്കും നിങ്ങൾക്ക് MCQല് ചോദിക്കുക. ഓക്കെ, സോ ഒന്നുമില്ല, ജസ്റ്റ് തിയറി നല്ല രീതിക്ക് മനസ്സിലാക്കും, അതായത് മനസ്സിലാക്കി പഠിക്കുക. എന്നിട്ട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര സമയം കിട്ടുമോ, അതായത് എക്സാമിന് അടുപ്പിച്ചിട്ടാണ് പറയുന്നത്. ഈ MCQ ചെയ്യുന്നത് എക്സാമിന് അടുപ്പിച്ചിട്ട് ഏറ്റവും മാക്സിമത്തിൽ ചെയ്യുക, എന്തായാലും പാസ്സാവും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് ഓക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ 1 hour ആ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റും. ഓൾസോ നിങ്ങൾക്ക് 6 months ടൈം ഉണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നോർമലി മാർച്ച് ഏപ്രിൽ ടൈമിലാണ് എക്സാംസ് ഇല്ലാണ്ടിരിക്കുക, പിന്നെ മെയ്യിൽ അങ്ങോട്ട് എക്സാം ആയി. ഓക്കെ, പക്ഷെ ഇപ്പം ഇത് മാറിയോണ്ട്, ഈ സംഭവം മാറിയോണ്ട് എന്താണ് ജൂലൈയിലെ എക്സാമിലും. സോ അതുവരെ നിങ്ങൾക്ക് എന്താ പറയുക എക്സാമിന്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാനും പാർട്ട് 1ഉം
3യും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് പാർട്ട് 1ന്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഇപ്പുറത്തെ കൂടി പാർട്ട് 2ന്റെ ക്ലാസ് നടക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ് മിസ്സായി. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇടയ്ക്ക് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ട് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് അന്നേരം അറ്റൻഡ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് നമ്മളെ ഫ്രണ്ട്സിൽ തന്നെ ഉള്ളവര് എന്താണ് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലി കയറിയിട്ടുണ്ട്. മനസ്സിലായോ? പാർട്ട് 1 മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് കയറിയ ടീം ഉണ്ട്. അതായത് ഒന്നുമില്ല, ബികോം കഴിഞ്ഞ് എന്താണ് എന്റെ ഫസ്റ്റ് പാർട്ട് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ട് KPMG-യിലാണെന്ന് തോന്നുന്നു, ബാംഗ്ലൂർ കയറിയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ പക്ഷെ പിന്നെ മനസ്സിലായി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താ പറയാ, അതായത് നമ്മളെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ എക്സാംസും കംപ്ലീറ്റ് ചെയ്തിട്ട് ജോലിക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മുടെ ഓൾറെഡി ടാക്സ് പ്രിപ്പറേഷനിൽ കയറിയിട്ട് ഇത് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പറ്റും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ACC കഴിഞ്ഞിട്ട് എടുത്താൽ നല്ല ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, ഇപ്പം നിങ്ങളൊരു കമ്പനിയുടെ ഒരു മാനേജറാണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ കമ്പനിയുടെ മാനേജറാണ്. സോ നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ, ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾ ഹയർ ചെയ്യുമ്പോൾ, അതായത് ACC മാത്രമുള്ളൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, EA മാത്രമുള്ള സ്റ്റുഡൻ്റ് ഉണ്ട്, ACC EA ഉള്ളൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, അതായത് ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. നിങ്ങൾ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? അതായത് നിങ്ങളുടെ കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ട് 2 കോഴ്സും എന്താ പറയുക ഒരാളുണ്ട്, ആ 2 കോഴ്സും ഉണ്ട്, അപ്പൊ അത്രയധികം എന്താ പറയുക കഴിവ് ആ ഒരു വ്യക്തിയിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലുണ്ട്. ആ കാരണം 2 ഇത്രയും എന്താ പറയുക ടഫ് തന്നെയാണ്. ടഫ് മീൻസ് ഐ മീൻ പേടിപ്പിക്കാൻ പറയുന്നില്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ ടഫ് തന്നെയാണ്. ഓക്കെ, പക്ഷെ അപ്പൊ പക്ഷെ നമുക്ക് പാസ്സാവാം. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ നല്ല രീതിക്ക് പഠിച്ചാൽ പാസ്സാവാം. അപ്പൊ നിങ്ങൾക്ക് ACC ഉണ്ട് EA ഉണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെനിഫിറ്റ്. നമുക്ക് എന്തായാലും അത് ബെനിഫിഷ്യൽ ആയിരിക്കും ഒരു കമ്പനിയിൽ കയറുമ്പോൾ. ഇനി കമ്പനിയിൽ കയറുന്നില്ല, നിങ്ങൾക്ക് ഇനിയിപ്പം ഫാക്കൽറ്റി ആയിട്ട് ഓക്കെ ആണ്, അത് നിങ്ങൾക്ക് ഫാക്കൽറ്റി ആവാൻ പറ്റും എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ACCന്റെ ഫാക്കൽറ്റി ആവാം, EAന്റെ ഫാക്കൽറ്റി ആവാം. ഓക്കെ, സോ ACCയിലെ ടാക്സ് തന്നെയാണ് EAയിലുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ACC എടുത്തിട്ടാ, എനിക്ക് ACCയിൽ ഏത് ടാക്സ് ആണെന്ന് എനിക്ക് അറിയില്ല. സോ EAയിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് US ടാക്സേഷൻ ആണ്. US ടാക്സേഷൻ. ഓക്കെ, അതായത് അതിൽ വരുന്നത് വെച്ചാല് ഫയലിംഗ്, അതായത് ഓക്കെ ഫോം 1040 എന്നൊരു സംഭവം ഉണ്ട്. അതായത് ഫോം നമ്മുടെ ITR ഇല്ലേ, നമ്മുടെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് റിട്ടേൺ, അതുപോലെ തന്നെ US-ൽ 1040 ഫോം 1040. ഓക്കെ, ആ ഫോം അതായത് അത് അവിടുത്തെ ടാക്സ് റിട്ടേൺസ് എന്താ പറയാ അതായത് അവിടെ ആ 1040-ൽ കുറെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ഇപ്പം എൻ്റെ ആണെങ്കിൽ എൻ്റെ പേര്, എൻ്റെ എന്താ പറയാ നമ്പർ, എൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ എനിക്ക് വരുന്ന ഇൻകംസ് ഒക്കെ ഫിൽ ചെയ്യാനുള്ള കോൾ ഉണ്ടാവും, എനിക്ക് എന്തൊക്കെ ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ള കോൾ ഉണ്ടാവും. അതൊക്കെ ചെയ്ത് എത്ര ടാക്സ് പേഴ്സൺ, ഞാൻ ഏത് ടാക്സ് ബ്രാക്കറ്റിലാണ് വരുന്നത്. സോ നമ്മുടെ EA എന്ന് പറയുന്നത് മെയിൻലി 1040 വരുന്നതാണ്. അതായത് പാർട്ട് 1 ഇൻഡിവിജ്വലിൽ ടാക്സേഷനിൽ ഈ 1040 എന്ന് പറഞ്ഞൊരു സംഭവത്തില് കണ്ടന്റ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഓരോന്നായിട്ടാണ് നമ്മൾ കണ്ടന്റ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ എനിക്കതാണ് ACCയിലെ ടാക്സ് ഏതാന്ന് എനിക്ക് അറിയില്ല, അപ്പൊ അതാണ് എനിക്ക് പറയാൻ പറ്റില്ല. EAയില് വരുന്നത് ഇതാണ്. ഓക്കെ, ഇല്ല കാൽക്കുലേഷൻസ് ഒരു പ്രശ്നവുമില്ല. നമ്മൾ ഈ എന്താ പറയാ അക്കൗണ്ടിങ്ങും മറ്റേ കുറെ സംഭവമില്ലേ, നമ്മുടെ ബാലൻസ് ഷീറ്റ്, ട്രയൽ ബാലൻസ്, അതൊക്കെ പഠിച്ചു വന്നിട്ട് ഇവിടെ കാൽക്കുലേഷൻസ് ഇല്ല തന്നെ പറയാം. ശരിക്കും കാൽക്കുലേഷൻസ് ഇല്ല, ഒരു ബേസിക് കാൽക്കുലേഷൻ ഇല്ലു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓക്കെ, ബേസിക് അതിപ്പം പഠിക്കുമ്പോൾ മനസ്സിലാവും, ബേസിക് കാൽക്കുലേഷൻസ് ചെയ്യും, ആർക്കും മനസ്സിലാവുന്ന കാൽക്കുലേഷൻ. അല്ലാണ്ട് ഇത് അക്കൗണ്ടിങ് ടാക്സേഷൻ എന്നേ പറയുന്നില്ല, അക്കൗണ്ടിങ് എനിക്ക് തോന്നുന്നു CMA USA-യിലായിരിക്കും. ഈ CMA USA അതിലാണ് ഈ US അക്കൗണ്ടിങ് സംഭവങ്ങൾ, ഇതൊക്കെ വരുന്നത്, നമ്മുടെ അക്കൗണ്ടിങ് പഠിച്ച ആ സംഭവം. ഇവിടെ വരുന്നത് ടാക്സേഷൻ ആണ്, ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സംഭവമാണ് ഇവിടെ വരുന്നത്. അതും ടാക്സ് നമ്മൾ ഫയൽ കാൽക്കുലേഷൻസ് അല്ല വരുന്നത്, അതിന്റെ ബേസിക്സ് ഉണ്ട്. ഇൻകം ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ തിയറി നമ്മുടെ ഈ കാൽക്കുലേഷൻ എന്ന് ചോദിച്ചില്ലേ, കാൽക്കുലേഷൻ മീൻസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അത് കുറവാണ്, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഓക്കെ, കുറെ അധികം തിയറി ക്വസ്റ്റ്യൻസും കാൽക്കുലേഷൻ നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ. മാക്സിമം ടൈം അല്ലേ, അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും.
ഇപ്പോഴും അതായത് കഴിഞ്ഞ കൊല്ലം 2025 ജൂലൈ ജൂലൈ അല്ല ജൂൺ ആ ടൈമിൽ തുടങ്ങിയിട്ട് ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവർക്കത് പാസ്സാവാത്ത, അതായത് ചില ഫെയിലായിട്ട് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. പിന്നെ അത് പിന്നെ പഠിക്കാനില്ല അവരെന്താ പറയാ, അതായത് ചെയ്യുമ്പോൾ വെച്ചാല് ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്യണം. നമ്മള് ചെയ്യുന്ന പോലെ ഇരിക്കും, നമ്മ പഠിക്കുന്ന നമ്മ അറ്റൻഡ് ചെയ്യുന്ന പോലെ ഇരിക്കും മാക്സിമം ടൈം എന്ന് പറയുന്നത്. ഓക്കെ, നോളജ് ലെവൽ മീഡിയം മതിട്ട് മീഡിയം മതി. പിന്നെ വെച്ചാൽ നമ്മൾ പഠിക്കുക, ഇപ്പൊ നമ്മളിപ്പം ഈ ഒരു എന്താ പറയാ ബാച്ച് തുടങ്ങി, നമ്മൾ പഠിക്കുന്നത് തന്നെ ഇംഗ്ലീഷ് സിലബസ് ആണല്ലോ നമ്മൾ പഠിക്കുന്നത്, ഇംഗ്ലീഷിലാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ പഠിക്കുന്ന ഞാൻ ഇംഗ്ലീഷിലായിരിക്കില്ല മലയാളത്തിലായിരിക്കില്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു വേർഡ്സും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഫെമിലിയർ ആവും. സോ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നിങ്ങൾക്ക് അറിയുന്ന വേർഡ്സ് ആണ്, നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ മലയാളം അറിയാം. നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ഒരു ഈസിനെസ് എന്തായാലും ഉണ്ടാവും. അല്ലാണ്ട് വലിയ വലിയ കട്ടിക്കട്ട് അങ്ങനെ ആ ചോദ്യം എന്താ പറയുക ഇംഗ്ലീഷ് ആയിട്ടുള്ള സംഭവം ഒന്നും വരില്ല. മീഡിയം നോളജ് മതി, ഒരു പ്രശ്നമില്ല. സിലബസ് ഓക്കെ, സിലബസ് അതായത് ശരിക്കും ഡീപ്പാണോ ചോദിച്ചാൽ അല്ല. അതായത് CPA സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്, അതിലാണ് കുറച്ചും കൂടി എന്താ പറയാ, അത് ഭയങ്കര ഹാർഡാണ്, എക്സാംസ് ഭയങ്കര ഹാർഡാണ്, നല്ല 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 ഫീസും വരുന്നുണ്ട്. CPAക്ക് നല്ലൊരു കോഴ്സാണ്, പക്ഷെ നല്ല ഫീസും വരുന്നുണ്ട്, നല്ല എന്താ പറയാ നല്ല തലയും വേണം പഠിക്കാൻ വേണ്ടി. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ EA എന്ന് പറയുന്നത്, ടാക്സേഷൻ എന്ന് പറഞ്ഞ വേറെ തന്നെ ഒരു കോഴ്സ്. സോ ഡീപ്പാണോ ചോദിച്ചാൽ അല്ല. അതായത് നമുക്കൊരു ബേസിക് കാര്യങ്ങളേ ഉള്ളൂ, ബേസിക് ആയ കാര്യങ്ങളും അത്രേ വരുന്നുള്ളൂ. ഇത് മെയിൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫെയിലായി എന്നുള്ള സംഭവം പറയുന്നില്ലേ, അത് മെയിനായിട്ട് പറ്റുന്ന കാര്യം എന്ന് വെച്ചാല് എല്ലാം പഠിച്ചിട്ട് പോകും. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുമ്പോ എന്ന് വെച്ചാല് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. സംഭവം നമുക്ക് അറിയുന്ന കൺസെപ്റ്റ് തന്നെ ആയിരിക്കും, നമ്മൾ പഠിച്ച് നമുക്ക് മനസ്സിലാക്കിയ കൺസെപ്റ്റ് ആയിരിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ വരുമ്പോ എന്താണ്, ചിലപ്പോ എന്താ വളഞ്ഞു മൂക്കുടിക്ക് പറയുന്നില്ലേ, അതുപോലെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പം ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ്, അയ്യോ എനിക്കിത് അറിയില്ല എന്നുള്ള സംഭവത്തിൽ ബാക്കി ക്വസ്റ്റ്യൻ വായിക്കൂല, അവിടെ നിർത്തി. പിന്നെ ഏതെങ്കിലും ഒരു ആൻസർ ക്ലിക്ക് ചെയ്യുക, അത് തെറ്റും, പിന്നെ എക്സാം പൊട്ടും, അത്രേ ഉള്ളൂ. അതിനാണ് MCQs പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്, കുറേ അധികം MCQs പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ഞാനെന്നെ ഓൾമോസ്റ്റ് 1000-2000 MCQs പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഈ അതും കൂടി പറയാം, ഈ MCQs നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന പറയുന്നത് അത് വരുന്നത് ഹോക്കിന്റെ MCQs ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഹോക്ക് എന്ന സൈറ്റിലത്തെ MCQs. അതിൽ ഓൾമോസ്റ്റ് 2000 ആ ഒരു റേഞ്ച് ആയിട്ട് MCQs വരുന്നുണ്ട്. അത് നമ്മളെ എക്സാമിന്റെ പാറ്റേൺ പോലെ തന്നെയാണ്, എക്സാം എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് അതിലും ക്വസ്റ്റ്യൻ. അതായത് നമുക്ക് മോക്ക് എക്സാംസ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസിലെ മോക്ക് എക്സാംസ് അതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാം, ഇത്ര ക്വസ്റ്റ്യൻസ് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഉണ്ടാവും. അതിൽ തന്നെ ആ ആൻസർ ഇപ്പൊ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്തു, അതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും, എന്തുകൊണ്ടാണ് ആ ആൻസർ തെറ്റിയത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആൻസർ ശരി, എന്തുകൊണ്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ അടക്കം ആ ഒരു ഇതിൽ ഉണ്ടാവും സൈറ്റിൽ. ഓക്കെ, അപ്പോ നമ്മളിപ്പോ അത് യൂസ് ചെയ്യുന്നത് അതാണ്, ഈ ഹോക്കിന്റെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ പറയാം, അതിനും ഒരു ഫീസ് വരുന്നുണ്ട്, അത് നമ്മുടെ കോച്ചിങ്ങിൽ ഉൾപ്പെട്ടതല്ല. ഓക്കെ, അത് നമ്മുടെ കോച്ചിങ്ങിൽ ഉൾപ്പെടുന്നതല്ല. നിങ്ങൾക്ക് വിചാരിക്കും ഇത് ഇപ്പൊ നല്ല റേറ്റ് ആവും, പക്ഷെ നിങ്ങൾ വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും നിങ്ങൾ EAന്റെ ഫീസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എത്രയാണ് ഉള്ളത് എന്നുള്ളത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്ട്രാ ഈ ഹോക്കിന്റെ വരുന്നത് അത് കുറവാണ് നിങ്ങൾക്ക് ശരിക്കും. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പം ഇവിടെയുള്ള ഫീസിന്റെ ഒക്കെ ഇരട്ടിയാണ് ഞാൻ ചെലവാക്കിയത്. ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് എത്രയോ നല്ലതാണ് ഇപ്പം ഇല്ല ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ സംഭവം വരുന്നത്. അപ്പം ഹോക്ക് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റും, ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് 2-3 ആൾക്കാർക്ക് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം. സോ അത് നമുക്ക് പിന്നെ നോക്കാം, നമ്മുടെ സിലബസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ MCQ പ്രാക്ടീസിലൊക്കെ നടക്കുമ്പോൾ മാത്രം നമുക്ക് നോക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്യുന്ന വെച്ചാൽ Monday to Thursday നമ്മളെ സിലബസ് കാര്യങ്ങൾ, അതായത് നമ്മുടെ തിയറി പോർഷൻസ് നമ്മൾ കവർ ചെയ്യും, നൈറ്റ് 1 hour. പിന്നെ ഫ്രൈഡേ അതായത് റിവിഷൻസ്, Monday to Thursday നമ്മൾ എന്താണ് എടുത്തത് അതിന്റെ റിവിഷനും കാര്യങ്ങളാണ് ഫ്രൈഡേ നടക്കുക. ഓക്കെ, അതുപോലെ തന്നെ പാർട്ട് 3 എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, അതായത് നമ്മൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സ് റൂൾസ് ആണ്. ശരിക്കും അതെല്ലാം ഒരു മാക്സിമം 2 weeks, 2 weeksൻ്റെതേ ഉള്ളൂ ആ പാർട്ട് 3 ആണ്. ഇത്രയും സിലബസ് കുറവാണ്, പക്ഷെ എക്സാമിന് ഈസി ആയിരിക്കൂല, കാരണം ഈ സിലബസ് കുറവാണ് ഈസി ആണെന്ന് വെച്ചിട്ട് പൊട്ടി ടീംസ് ഉണ്ട്.
സോ അത് നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ എല്ലാ എക്സാംസും ഒരേ വെയിറ്റേജ് കൊടുത്തിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, പാർട്ട് 2 ഒക്കെ നല്ലോണം സിലബസ് വരുന്നുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പഠിച്ചിതാക്കാനേ പറ്റൂ. ഓക്കെ, 1 പാർട്ട് സിലബസ് കവർ ചെയ്യാനാണോ അതോ എക്സാം പഠിച്ച് പാസ്സാവാനാണോ? ഓക്കെ, ഇപ്പൊ നമുക്ക് സിലബസ് കവർ ചെയ്യാനാണെങ്കിൽ നമ്മളിപ്പോ 6 മാസത്തെ കോഴ്സ് അല്ലേ പറയുന്നത്, ഓൾമോസ്റ്റ് 2 months നമുക്ക് പാർട്ട് 1 നോക്കാം. ഓൾമോസ്റ്റ് ഞാൻ ഏകദേശം പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ എനിക്കതിപ്പോ അങ്ങനെ ഇതായിട്ട് പറയാൻ പറ്റില്ല, കാരണം സ്റ്റുഡൻസിന്റെ കൺവീനിയൻസും നമ്മ ക്ലാസ് എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകുന്നില്ല കൺവീനിയൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ടൈം പറയാൻ പറ്റും, നമുക്ക് അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഒരു എന്താ പറയുക മാക്സിമം ഒരു 2 monthsനുള്ളിൽ ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് 2 months, ഇപ്പം പറഞ്ഞ പോലെ തന്നെ തേർഡ് പാർട്ട് വളരെ കുറവാണ്, അത് 2 ആഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആ രീതിക്ക് നമ്മൾ പ്ലാൻ ചെയ്തില്ല. ലാസ്റ്റ് മാസം, അതായത് ഈ 6 monthsൽ ലാസ്റ്റ് മാസം നമ്മൾ ഫുൾ റിവിഷൻ, അതായത് ഫുൾ MCQ പ്രാക്ടീസ്, നല്ല രീതിക്കുള്ള MCQ പ്രാക്ടീസാണ് ലാസ്റ്റ് മന്ത് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഉള്ളത്. എക്സാംസിനാണെങ്കിൽ അതാണ് പാർട്ട് 1ന് ഞാൻ ഓൾമോസ്റ്റ് 1 month ഒക്കെ കൊണ്ടാണ് എക്സാംസ്. നമുക്ക് അതാ ഞാൻ പറയാം, ഇത് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് പ്രോമെട്രിക്കിന്റെ ഇതിൽ വഴിയാണ്. അപ്പോ ഓക്കെ, പ്രോമെട്രിക്കിന്റെ അക്കൗണ്ട് വഴിയാണ്, അക്കൗണ്ട് മീൻസ് എക്സാം ടെസ്റ്റിംഗ് ഇത് വഴിയാണ്. അപ്പോ അതിന് ഞാൻ പറഞ്ഞല്ലോ ടെസ്റ്റിംഗ് സെന്റേഴ്സ് 3 ടെസ്റ്റിംഗ് സെന്റേഴ്സ് ഇന്ത്യയിലുള്ളൂ. ഭയങ്കര പണിയാണ്. രാത്രി 2 മണിക്കും 3 മണിക്കും എണീച്ചിരുന്നിട്ടാണ് ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തത്. ഞാനെന്നല്ല എല്ലാവരും, അതായത് കാരണം സ്ലോട്ട് ഫുൾ കാർഡ് ബ്ലോക്ക് ആവുന്നു, ഇപ്പുറത്തേക്ക് ഇതാക്കുന്നു, ഫുൾ പണി. കാരണം ആകെ ഈ 3 എക്സാം ലൊക്കേഷൻസേ ഉള്ളൂ. അതും കൂടാണ്ട് എല്ലാവരും എന്താ പറയാ, അത്ര ഇന്ത്യയിൽ അത് ഓൾമോസ്റ്റ് 4000 ടു നമ്മൾ ഈ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ ക്യൂ ഉണ്ട്, അതായത് അത്രയും സ്റ്റുഡൻസ് ഉണ്ട് ഇക്ക്. സോ അത്രയും ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ അത് PSI എന്നുള്ള ഇതിലേക്ക് മാറിയുണ്ട്, അവർക്ക് കുറേ എക്സാം സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു എന്താ പറയാ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ സ്ലോട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. നമുക്ക് അങ്ങനെ രണ്ട് നമുക്ക് വളരെ പ്രശ്നമുണ്ടായി, ഈ സ്ലോട്ട് കിട്ടൂല. സോ കിട്ടിയ സ്ലോട്ട് അങ്ങ് ബുക്കാക്കും, 1 മാസം ഉണ്ടൊന്നും നോക്കൂല, കിട്ടിയ സ്ലോട്ട് അങ്ങ് ബുക്കാക്കും, ഇരുന്ന് പഠിക്കും, കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇനിയിപ്പൊ അങ്ങോട്ട് ഇപ്പൊ ഈ ഒരു ഇത് കൊണ്ട് അങ്ങോട്ട് നിങ്ങൾക്ക് നല്ല ടൈമാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട് 1 ഒരു 1-1.5 മാസം കൊണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാം. തേർഡ് പാർട്ട് ആ രീതി. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാല് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മൊത്തം കവർ ചെയ്യാനായിരിക്കൂല, അതായത് 6 മാസത്തെ ഇത് നമ്മുടെ ക്ലാസ് കഴിഞ്ഞ് പിന്നെ എത്ര മാസം കൊണ്ട് എക്സാം കവർ ചെയ്യാനായിരിക്കുമല്ലോ. അതാണ് നമ്മിപ്പം ഈ പഠിച്ചു പോകുന്നത് തന്നെ ഈ ഒരു ക്ലാസ്സിന് ഉപരി, അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു ക്ലാസ് എന്നതിലുപരി നിങ്ങൾ അതൊരു എന്താ പറയാ പഠിക്കുക, ആ ഒരു ഡെയിലി പഠിച്ച് പോവുക. അതാകുമ്പോൾ നമുക്ക് എക്സാം ആകുമ്പോൾ വലിയൊരു എന്താ പറയാ ടെൻഷൻ വരുന്നില്ല, നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് ആ ഒരു വേഗം തന്നെ നമുക്ക് 3 പാർട്ടിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്, EAന്റെ ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഇന്ത്യയിൽ ഏകദേശം ESL ഉണ്ടാവും. അപ്പോ അതിലൊക്കെ പറയുന്നതൊക്കെ, അതായത് രാവിലെ ഒരു പാർട്ട് എക്സാം, ഉച്ചയ്ക്ക് ഒരു പാർട്ട് എക്സാം, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടാവും. സോ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഈച്ച് പാർട്ട് വൈസ്, അതെ, ഈച്ച് പാർട്ടായിട്ടാണ് എക്സാം ഉണ്ടാവുക. അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആണ് നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എക്സാം അങ്ങനെ. പാർട്ട് 1 നമ്മൾ ബുക്ക് ചെയ്യുന്നു, എക്സാം എഴുതുന്നു, പാർട്ട് 2 ബുക്ക് ചെയ്യുന്നു, എക്സാം എഴുതുന്നു, അങ്ങനെ വരുന്നത്. ഓരോ പാർട്ടായിട്ടാണ് എക്സാം വരുന്നത്. നേരത്തെ പറഞ്ഞിട്ട് ഓരോ പാർട്ടിലെ ഫീസും പറഞ്ഞിട്ടുണ്ടായിട്ട് ഓരോ പാർട്ടായിട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾ ചോദിക്കാം ഇതിന്റെ പാസ് പെർസെന്റേജ് അറിയുന്നത് കറക്റ്റ്. ഞാൻ ചുമ്മാ പാസ് പെർസെന്റേജ് പറഞ്ഞിട്ട് കാര്യമില്ല, അതായത് ഇത്ര പെർസെന്റേജ് ഇങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല. പക്ഷെ എന്നാലും പാർട്ട് 1 വലിയ കുഴപ്പമില്ല, അതായത് പാർട്ട് 1 വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ പാസ്സാവുന്നുണ്ട്. പാർട്ട് 2 വലിയ കുഴപ്പമില്ല. പക്ഷെ പാർട്ട് 3 ഞാൻ പറഞ്ഞ പോലെ വളരെ ചെറിയ സിലബസ് ആണ്, അതായത് ഭയങ്കര സ്മോളാണ് സംഭവം. നമുക്കത് പഠിക്കുമ്പോണ്ട്, കാരണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ഇല്ല, അതായത് കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ എന്താ പറയാ ഫുൾ തിയറി ഒന്നും അത്ര ഈസിയാണ്. പക്ഷെ അത് തോൽക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഭയങ്കര ഈസി എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ചറവറ വായിച്ചിട്ട് പോകും. പക്ഷെ എക്സാം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കുറച്ച് തിരിഞ്ഞും മറിഞ്ഞും കുറച്ച് എന്താ പറയാ സംഭവം നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. അങ്ങനെ ഫെയിലായ കുറേ ആൾക്കാരുണ്ട് പാർട്ട് 3ക്ക്. അതും 1-2 മാർക്കിന് ഫെയിൽ ആയവരുണ്ട്. ആലോചിച്ച് നോക്കണം, 1-2 മാർക്കിന് ഫെയിൽ ആയവർ. അതാണ് അവസ്ഥ. ആലോചിച്ചൊക്കെ അത്രയും ഭയങ്കര നമുക്ക് ഇതായി പോകും. കാരണം അതിപ്പം ഈ എക്സാമിന് ഇത് മാറ്റിയോണ്ട് വലിയ പ്രശ്നമില്ല. നമ്മിത് കാരണം ഇത്ര ട്രാവൽ ചെയ്ത്, ഞാൻ ബാംഗ്ലൂരാണ് 3 എക്സാംസും അറ്റൻഡ് ചെയ്തത്. ഈ ബാംഗ്ലൂരൊക്കെ പോയിട്ടാണെങ്കിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്, അതായത് ബാംഗ്ലൂർ
ഞാൻ പ്രോമെട്രിക്കിന്റെ കാര്യമാണ് പറയുന്നത്. ബാംഗ്ലൂർ ഇത് കിട്ടാണ്ട് പിന്നെ ഹൈദരാബാദാന്ന് തോന്നുന്നു അവൾക്ക് കിട്ടിയത്. അപ്പോൾ അവൾ അവിടെ പോയിട്ടാണ് എക്സാം എഴുതിയത്. ഫെയിലായി. അവസ്ഥ ഹൈദരാബാദ് വരെ പോകേണ്ട ചെലവ് കാര്യങ്ങൾ അത്രയും ആയിട്ട് ഫെയിലാവുന്ന കാര്യം. അത് എന്തുകൊണ്ട് നമ്മൾ അധികം പ്രിപ്പയർ ചെയ്യാണ്ട് ചുമ്മാ പോയിട്ട് എന്താ പറയുക ഇങ്ങനെ നമ്മൾ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നില്ലേ, അതുകൊണ്ടാണ്. അതൊരു തെറ്റല്ല, പക്ഷെ എന്താ പറയുക നമുക്ക് ആ ഒരു സിലബസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്, ആ ഒരു ഫീൽ വരുന്നതുകൊണ്ടാണ് പറ്റുന്നത്. അത് നല്ല രീതിക്ക് നമ്മൾ എന്താ പറയുക പഠിച്ച് ഇതാക്കി പോയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ പാസ് പെർസെൻറ്റേജ് തന്നെ, അതായത് പാർട്ട് 2 ഞാൻ പറയട്ടെ. പാർട്ട് 2 ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത്, പാർട്ട് 2 വരുന്നത് ബിസിനസ് ആണ്. അതായത് ബിസിനസിന്റെ ടാക്സേഷൻ ആണ്. നല്ല രീതിക്ക് എന്താ പറയുക സിലബസ് ഉണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ അതായത് ഇപ്പം അതായത് ഒരു യൂണിറ്റ് 1, 2, 3 എന്ന് പറയുന്ന യൂണിറ്റിൽ ലൈക്ക് പാർട്ട്ണർഷിപ്പ് എന്താണ്, എസ് കോർപ്പ് എന്താണ്, സി കോർപ്പ് എന്താണ്, അതിന്റെ ടാക്സ് അങ്ങനെ വരുന്നത്. ഒരു 2-3 പാഠം കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നത് എസ് കോർപ്പിന്റെ മൊത്തം ഒരു 3 പാഠം, പിന്നെ സി കോർപ്പിന്റെ മൊത്തം 3. സംഭവം കണ്ടന്റ് കുറവാണ് വെച്ചാൽ കണ്ടന്റ് കുറവാണ്, പക്ഷെ സിലബസ് കുറയുന്നുണ്ട് സംഭവം. അതായത് ഒന്നെ റിപ്പീറ്റ് ആയിട്ട് വരും. മാനേജബിൾ ആണ്, ഒരു പ്രശ്നമില്ല. നമുക്കത് ഞാൻ പറഞ്ഞല്ലോ ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് ശരിയാണ്, ഡിഫിക്കൽട്ട് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. മാനേജബിൾ ആണ്, നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെയാണ്. സംഭവം സിലബസ് ഉണ്ട്. കേസ് സ്റ്റഡി പോലെയാണ്. അതായത് ഇപ്പം എന്താ ഇങ്ങനെയാണ് വരുമോ ക്വസ്റ്റ്യൻസ്. ഇപ്പം എന്താണ്, ജോൺ ഏൺസ് ഇത്ര ഇൻകം, ക്വാളിഫൈഡ് ഫാർമർ ആണ്, ബിസിനസ് ഇൻകം ഒക്കെ ഷെഡ്യൂൾ എഫിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കും. ഷെഡ്യൂൾ എഫ് എന്താണ് നില കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ഇത്ര ഇതാണ് എൻക്ലോസ് ചെയ്യണം, മാർച്ച് 1 മുമ്പ് എന്താണ് ഫയൽ ചെയ്തില്ല, അതുകൊണ്ട് പക്ഷെ എന്താണ് പെനാൽറ്റീസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കണ്ടാവും. അതായത് ഒരു അതായത് കേസ് സ്റ്റഡി പോലെ തന്നെ, അതായത് ഒരു സ്റ്റോറി പോലെ തരും, എന്നിട്ട് എന്താണെന്നില്ല ചോദിക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ. സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് നമ്മളിപ്പോൾ തരുന്ന ഞാൻ കാണിച്ച PPT ഇല്ലേ, അതായത് നമ്മുടെ തിയറി സംഭവങ്ങൾ സിലബസ് ഞാൻ തന്നെ മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, ഞാൻ തന്നെ എൻ്റെ മെറ്റീരിയൽസ് ഞാൻ തരും. പിന്നെ വരുന്നത് ഇതിൽ മെയിനായിട്ട് വരുന്നത് തിയറി ഭാഗവും അതുപോലെ തന്നെ MCQs ആണ്. സോ തിയറി ഞാൻ തന്നെ നിങ്ങൾക്ക് തരും വിത്ത് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട്. ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് വെച്ചായിരിക്കും ക്ലാസ് നടക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഹോക്ക്, ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഹോക്ക് എന്ന സൈറ്റ്, അതായത് ഈ MCQs സൈറ്റ് ആണ്. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ MCQs ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് പോലെയാണ്. നിങ്ങൾക്ക് 1 മാസം എടുക്കണമെങ്കിൽ 1 മാസം എടുക്കാം, 2 മാസം എടുക്കണമെങ്കിൽ 2 മാസം എടുക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് പോലെയാണ്. 1 മാസം കൊണ്ട് നിങ്ങൾക്ക് കുറേ അധികം കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, സോ നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ക്ലാസ് 5th തന്നെ സ്റ്റാർട്ട് ചെയ്യും. കറന്റ് 5th സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പറ്റും. ടൈം വരുന്നത് നൈറ്റ് ആയിരിക്കും. നൈറ്റ് അതായത് UAE ടൈം ആണെങ്കിൽ നോക്കിയിട്ട് പറയാം. അതായത് ഒരു 7:38 ഒക്കെ ആയിരിക്കും UAE ടൈം. ഇവിടുത്തെ ഓൾമോസ്റ്റ് 9:30 ആ ഒരു ടൈം ആയിരിക്കും. ജസ്റ്റ് 1 hour ക്ലാസ്സും ഉണ്ടാവും. സോ പിന്നെ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ലൈവ് ക്ലാസ് എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഇത് വന്നാൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ മാക്സിമം ലൈവിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം റെക്കോർഡ് ആകുമ്പോൾ കുറേ അധികം ഇങ്ങനെ വന്ന് ചിലപ്പം കൺഫ്യൂഷൻ വരും. കാരണം കറക്റ്റ് അടുത്ത ലൈവിന് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ റെക്കോർഡ് കേട്ടിട്ടില്ലെങ്കിൽ എല്ലാം കൂടി പ്രശ്നമാവും. സോ മാക്സിമം ലൈവ് കയറുക. ഇൻ കേസ് പ്രശ്നം ഉണ്ടെങ്കിൽ റെക്കോർഡ് കണ്ട്, അതായത് അടുത്ത ലൈവിന് മുമ്പ് തന്നെ റെക്കോർഡ് കണ്ട് അത് കൺഫ്യൂഷൻ തീർത്തിട്ട് ലൈവിൽ കയറുക. വേറെ എന്തെങ്കിലും ഡൗട്ട്സ്? നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഡൗട്ട്സ് എക്സ്ട്രാ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കോർഡിനേറ്റർ ആരുടെ നിങ്ങളായിരിക്കും കോൺടാക്റ്റിൽ, അവിടെ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം നിങ്ങൾ ഡൗട്ട്സ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോ, കാരണം ഓൾറെഡി കുറേ ടൈം ആയി. ഓക്കെ, വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു ഓൾ. ഈ ഒരു വെബിനാറിൽ നിങ്ങൾ എന്താ പറയുക ഇത്തിരി ടൈം തന്നതിന് താങ്ക് യു. സോ ഓക്കെ, താങ്ക് യു.